ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എന്നെ മറന്നുപോയി. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ ലൈവിലൊന്നും വരാറില്ല. അതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഒരു വീഡിയോ തന്നെ കുറേ ആയില്ല, വിഷുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, എന്നാലും നല്ല കുറച്ച് കുഴപ്പമില്ലാത്ത നല്ലൊരു വിഷുക്കണിയാണ് കേട്ടോ ഞങ്ങളിവിടെ റെഡിയാക്കിയെങ്കിൽ പഴവും ചക്കയും മാങ്ങയും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സാധനവും കണിക്കൊന്നിയും ഒക്കെ വെച്ച് നമ്മുടെ കൃഷ്ണനും ഒക്കെ കൃഷ്ണനെയൊക്കെ നല്ല പൂമാലയൊക്കെ നല്ല തുളസി മാലയൊക്കെ അണിയിച്ച് സുന്ദരനാക്കി മാലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് പടക്കങ്ങൾ, അധികമൊന്നുമില്ല, എന്നാലും നമ്മൾ കുറച്ച് പടക്കങ്ങൾ അങ്ങനെ ഉള്ളതിൽ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. കാണാൻ ഇങ്ങനെ 3 സൈഡിൽ കത്തിയത്, പക്ഷെ നടുവിലുള്ളത് ഒന്നിച്ച് കത്തുമ്പോഴാണ് കേട്ടോ ഭംഗിയുള്ളത്. പക്ഷെ നമ്മൾ നടുവിൽ ആദ്യം ഫ്ലോട്ടായി പിന്നെ സൈഡിൽ കണ്ടോ ഇങ്ങനെയാണ് വന്നത്. എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ ഒരു മേശാപ്പൂവൊക്കെ കത്തിച്ച് ആദ്യം വേദമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വേദമൊന്നും അങ്ങനെ കത്തിക്കാനൊന്നും പോയില്ല. മോള് കമ്പിത്തിരി അങ്ങനെ ഇങ്ങനെ ആദ്യം പിന്നെയും കത്തിക്കൂട്ടോ. അത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കുട്ടികളും കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുതല്ലോ അങ്ങനെ ഒന്ന് വെച്ചിട്ടാണ് അപ്പച്ചി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് വലിയതൊന്നും ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഇതിൽ പെട്ടില്ല അമ്പലത്തിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി സാമ്പാറും അവിയലും പച്ചടിയും എന്താ പറയുക ഉപ്പേരി, പിന്നെ നമ്മുടെ ഒരു വീട്ടായാലും അങ്ങനെയൊക്കെ വെച്ച് നമ്മളൊരു സദ്യയൊക്കെ റെഡി. അതിനുശേഷം വൈകുന്നേരത്ത് പറഞ്ഞു ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരി വിഷുവൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ബീച്ചിലേക്കാണ് പോയി. ഞാൻ ബീച്ചിൽ കുറേ തിരക്കൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ വിഷു അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രമൊന്നും സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിലൊക്കെ പോയി. നല്ല രസമൊക്കെ ആയിരുന്നു. കുട്ടികൾ കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ചു. ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മളൊക്കെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങണമെന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ കേട്ടോ. കാരണം വിഷുവായി വീട്ടിൽ ചോറും ഇതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഇരിക്കുന്നതും മക്കൾക്ക് അതിലൊന്നും സന്തോഷമൊന്നുമില്ലല്ലോ. അവർക്കിങ്ങനെ കുറച്ച് കളിക്കണം അങ്ങനെയൊക്കെയാണ്. മണ്ണ് വാരിയിട്ടൊക്കെ കുറേ കളിക്കൽ, ബോട്ടിൽ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിഞ്ഞ് കളിച്ചില്ല, അങ്ങനെ പല കളികളായിട്ട് ആദ്യം വേദയൊക്കെ ഉണ്ട് കേട്ടോ. വേദക്കുട്ടി പിന്നെ എൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്, അതുകൊണ്ടാണ് അവളുടെ വീഡിയോസ് അങ്ങനെ വരാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല കല്ലുമ്മക്കായൊക്കെ കഴിച്ച് കണ്ടോ, വേദക്കുട്ടിയൊക്കെ നല്ല പൊളിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇവിടെ നിന്നുണ്ട് നൈറ്റ് ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മുടെ ബേപ്പൂരും ചാലിയും ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ചാലിയത്താണുള്ളത്. അപ്പോൾ ബേപ്പൂരിലെ ലൈറ്റുകളാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒന്ന് വന്ന് നമ്മൾ കുറച്ച് കമ്പിത്തിരിയൊക്കെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ കത്തിച്ച് തിരിച്ചു വരുന്ന വഴി ആണ് കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ നമുക്ക് കോഴിക്കോട് ബീച്ചിൽ പോയി അതിന് ശേഷം കോഴിക്കോട് കൂടെ അങ്ങനെ വന്ന്. അപ്പോൾ അവിടെ വന്ന സമയത്ത് അവിടെ ഒരു ഇതുണ്ടായപ്പോൾ അതിൽ കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കളിക്കാനൊക്കെ കയറ്റി. അതിന് ശേഷം കണ്ട ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ നല്ല ഒട്ടകമൊക്കെ ഉണ്ട്. അങ്ങനെ ഓട്ടോപ്പം ഇവിടെ മണലൊക്കെ വാരിയിട്ട് ഏട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടന്മാരുടെ കൂടെ മണലൊക്കെ വാരി കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മണൽ ഒരാൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കും, 2 പേര് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കും. അങ്ങനെ ഏട്ടന്മാരുടെ കൂടെ നല്ലൊരു വലിയ ഇതൊക്കെ ആക്കി സെറ്റ് നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കഴിവിലുള്ളതുപോലെ അങ്ങനെയൊക്കെ എടുത്ത് അതിനുണ്ടാക്കും. വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളമൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കയറ്റിയിടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഒന്നും സപ്പോർട്ട് ചെയ്യുക. ഇനി സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇനി പല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇപ്പോഴത്തേക്കും ബൈ.